Hi all. So today's lecture we are going to study XSLT. So XSLT പഠിക്കുന്നതിന് മുമ്പ് what we have studied till now is creating an XML document. അത് കഴിഞ്ഞ് we have structured the XML document using DTD and also we studied how to structure using schema. So that is the topics that we have studied, and later we studied something called viewing the XML document using the CSS style sheet. So ഇത്രയുമാണ് നമ്മൾ കണ്ടത്. So think like I have an XML document with me and I want to use the data that is present in the XML document. അതായത് എൻ്റെ കയ്യിലിരിക്കുന്ന XML document എന്ന് പറഞ്ഞാൽ it has huge amount of datas. ഡേറ്റയെ പ്രോപ്പറായിട്ട് സ്ട്രക്ചർ ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് XML യൂസ് ചെയ്യുന്നത്. ആ ഡേറ്റാസ് ഐ വാണ്ട് ടു റിട്രീവ് ആൻഡ് ഐ ആം ഗോയിങ് ടു ഡിസ്പ്ലേ ഇറ്റ് ഇൻ എ വെബ്സൈറ്റ്. ഒരു വെബ്സൈറ്റിൽ എനിക്ക് ഡിസ്പ്ലേ ചെയ്യണം. സോ അങ്ങനെ ചെയ്യണമെങ്കിൽ what we should do is we should have a language which can transform this XML document into the HTML format. So അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിവുള്ള ഒരു ലാംഗ്വേജ് ആണ് XSLT. XSLT എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എക്സ്റ്റെൻസിബിൾ സ്റ്റൈൽ ഷീറ്റ് ലാംഗ്വേജ് ട്രാൻസ്ഫോം. ഇറ്റ് ഇസ് എ സ്റ്റൈൽ ഷീറ്റ്, ബട്ട് CSS സ്റ്റൈൽ ഷീറ്റിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഓൺലി ഗിവ്സ് സ്റ്റൈൽസ് ടു ദാറ്റ് ഡോക്യുമെൻറ്റ്. പക്ഷേ XSLTയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ഗിവ് സ്റ്റൈൽ ഷീറ്റ് ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ട്രാൻസ്ഫോം ദി XML ഡോക്യുമെൻറ്റ് ഇൻ ടു അനദർ ഫോമാറ്റ്. ലൈക്ക് വേണമെങ്കിൽ വേറെ ടൈപ്പ് ഓഫ് XML ഡോക്യുമെൻറ്റ്സ് ആക്കാം. ഫോർ ദി ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യുന്ന ടൈപ്പ് XML ഡോക്യുമെൻറ്റ്സ് ആക്കാം. അല്ലെങ്കിൽ ക്യാൻ കൺവേർട്ട് ദാറ്റ് ഇൻ ടു HTML ഡോക്യുമെൻറ്റ്. ഈ ക്യാൻ ഈവൻ കൺവേർട്ട് ദാറ്റ് ഇൻ ടു എ PDF ഡോക്യുമെൻറ്റ്. So ഈ converts to a certain document എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ what we are trying to do is using the XML document that we have, we are retrieving the data that you have in that XML document for doing some processing. സോ കുറേ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ആ ഡേറ്റാസിനെ എങ്ങനെ റിട്രീവ് ചെയ്യാം. സോ നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത് വെബ് ടെക്നോളജി ആയതുകൊണ്ട് ഹിയർ വി ആർ ഗോയിങ് ടു കൺവേർട്ട് ദിസ് XML ഡോക്യുമെൻറ്റ് ഇൻ ടു എ HTML പേജ്. സോ ഒരു XML ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് XML ഡോക്യുമെൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് എ XSLT ഫയൽ ആൻഡ് ആ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ വിൽ ബി .xls എന്ന് പറയുന്ന എക്സ്റ്റൻഷനിലായിരിക്കും ഈ ഫയലിനെ ആ ഫയലിനെ നമ്മൾ സേവ് ചെയ്യുന്നത്. സോ XSL ഫയൽ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന XMLൻ്റെ വേർഷനും അതിനകത്ത് യൂസ് ചെയ്യുന്ന ക്യാരക്ടർ എൻകോഡിങ്ങും കൊടുക്കണം. Then what we have to do is we have to give the style sheet version, XSLൻ്റെ style sheetൻ്റെ വേർഷൻ കൊടുക്കണം. And later we have to import the package which is required to use the keywords of XSL style sheetsനകത്ത് യൂസ് ചെയ്യുന്ന കീവേഡ്സിന് വേണ്ടി we are exporting the package from W3 വെബ്സൈറ്റ്. അതിന് വേണ്ടിയുള്ള സ്റ്റെപ്സാണ് ഈ കാണിച്ചേക്കുന്നത്. So this is what we are going to do. നമ്മളൊരു XML ഫയൽ ഓൾറെഡി we have an XML ഫയൽ. എൻ്റെ XML ഫയൽ ഇവിടെ ഉണ്ട്. ആ XML ഫയലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് 3 സ്റ്റുഡൻറ്റ് നെയിംസ് ആണ്. ഇവിടെ ഞാൻ വേറെ പേര് കൊടുക്കുകയാണ്, റാം, and I'm giving another name like Urmila. So this is what we have an XML file. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ഒരു XML ഫയലാണ്. ഇനി എങ്ങനെ ഇതിൽ നിന്ന് ഡേറ്റാസിനെ റിട്രീവ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് തിങ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡു വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് ആൻ XSLT ഫയൽ. XSLT ഫയൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ XML എഴുതിയ അതേ ഫോമാറ്റ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. Then you have to do, and then next step that we are going to do for this XSLT is നമ്മൾ XSLT സ്റ്റൈൽ ഷീറ്റ് ക്ലോസ് ചെയ്യണം. ഇതിനകത്താണ് നമ്മൾ എഴുതാൻ പോകുന്നത്. നെക്സ്റ്റ് തിങ് ഈസ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്ന നെയിം സ്പേസ് XSL ആയതുകൊണ്ടാണ് നമ്മൾ ഈ XSL നെയിം സ്പേസ് വെച്ചാണ് എഴുതുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടെംപ്ലേറ്റ് മാച്ച് എന്ന് പറയുന്ന സ്റ്റെപ്പാണ്. ടെംപ്ലേറ്റ് മാച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് what we are doing here is ഈ ടെംപ്ലേറ്റ് മാച്ച് എന്ന് പറഞ്ഞാൽ ഈ XML ഡോക്യുമെൻറ്റിൽ വി ഹാവ് ലോട്ട് ഓഫ് ടാഗ്സ്, സ്റ്റുഡൻറ്റ് ടാഗ്സ്, ഇങ്ങനെ കുറേ ടാഗ്സ് ഉണ്ട്. ഈ ടാഗ്സ് വെച്ചാണ് നമ്മൾ ഇതിനകത്തുള്ള ഡേറ്റാസിനെ റിട്രീവ് ചെയ്യാൻ പോകുന്നത്. അതായത് എനിക്കിപ്പോൾ സ്റ്റുഡൻറ്റ് നെയിം വേണമെങ്കിൽ ഐ ഹാവ് ടു റിട്രീവ് ഇറ്റ് യൂസിങ് സ്റ്റുഡ് നെയിം എന്ന് പറയുന്ന ടാഗ്. സോ വാട്ട് വി വിൽ ഡു ഇസ് ഈ ടാഗ് വൈസ് ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ ടെംപ്ലേറ്റ് മാച്ച് സ്ലാഷ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വാല്യൂ നമ്മൾ ഇതിനകത്ത് സെർച്ച് ചെയ്യും. ആ സെർച്ച് ചെയ്യുന്ന വാല്യൂ റൂട്ട് തൊട്ട് സെർച്ച് ചെയ്ത് തുടങ്ങും. ദാറ്റ് ഇസ് ഫ്രം ദ റൂട്ട് എലമെൻറ്റ് സ്റ്റുഡൻറ്റ്. അതല്ല ഞാൻ ഇവിടെ മാച്ചിന് പകരം ഇഫ് ഐ എം ഗിവിങ് എ വാല്യൂ കോൾഡ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടാഗ് എവിടെയാണ് അവിടെ തൊട്ടായിരിക്കും മാച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഒബ്വിയസ്ലി വി വിൽ നോർമലി നമ്മൾ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന റൂട്ട് തൊട്ടാണ്. റൂട്ട് തൊട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സ്ലാഷ് സിമ്പിൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. HTML മാച്ച് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റൈൽ ഷീറ്റിൻ്റെ ബേസിക്
സ്ട്രക്ചറായി. ഇതിനകത്ത് വി ക്യാൻ റൈറ്റ് അവർ HTML കോഡ്സ്. HTMLനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ്സ് നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. സോ വെൻ വി ഓപ്പൺ ദിസ് XSL ഫയൽ ഇറ്റ് വിൽ റെൻഡർ ദാറ്റ് ഇൻ ദി ബ്രൗസർ. സോ ഇപ്പോൾ ഞാൻ HTMLനകത്ത് ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്ന സെയിം മെത്തഡോളജി തന്നെ എല്ലാ ടാഗ്സും നമുക്കിവിടെ യൂസ് ചെയ്യാം. ഹെഡ് ടാഗ് ഇവിടെ, ഹെഡിനകത്ത് ഞാൻ ഇവിടെ ടൈറ്റിൽ കൊടുക്കുകയാണ്. ദാറ്റ് ഇസ് എ പേജ് ടൈറ്റിൽ. ഐ എം ഗിവിങ് ഇറ്റ് ആസ് മൈ ഫസ്റ്റ് XSL file, and then we have head കഴിഞ്ഞു. Now we have body part. Body partനകത്ത് I'm giving a body here. ബോഡിക്കകത്ത് I'm typing like the details. The student details are. ഞാൻ ഇതിനൊരു ഫോണ്ട് സൈസ് കൊടുത്തു, H1 ഫോണ്ട് സൈസ് കൊടുത്തു. സോ ഇതെല്ലാം നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള ടാഗ്സ് തന്നെയാണ്. സോ ഈ ടാഗ് നമ്മൾ ഈ XSL ഫയൽ റെൻഡർ ആകുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന എക്ലിപ്സിനകത്ത് ദർ ഇസ് എൻ ഇഷ്യൂ ലൈക്ക് വി ആർ നോട്ട് ഏബിൾ ടു റെൻഡർ ദിസ് പ്രോപ്പർലി. റീസൺ വൈസ് ഇതിൻ്റെ വേർഷൻ കമ്പാറ്റിബിൾ അല്ലാത്തതിൻ്റെയാണ്. സോ വാട്ട് ഐ എം ട്രൈങ് ടു ഡു ഇസ് ഐ എം ഗോയിങ് ടു യൂസ് ആൻ ഓൺലൈൻ റെൻഡറിങ് ടൂൾ. ഓൺലൈനായിട്ട് നമുക്ക് XSL ഫയൽസിനെ റെൻഡർ ചെയ്യാൻ ഉള്ളൊരു ടൂളുണ്ട്. ആ ടൂളാണ് ഈ ഐ വിൽ ഷോ ദാറ്റ് ടൂൾ. ഓൺലൈനായിട്ട് റെൻഡർ ചെയ്യാൻ വേണ്ടി ഒരു സൈറ്റ് വി ക്യാൻ യൂസ് ദിസ് സൈറ്റ് ദാറ്റ് ഫ്രീ ഓൺലൈൻ XSL ടൂൾ. ഇതിനകത്ത് നമ്മൾ എഴുതുന്ന XML കോഡും നമ്മൾ എഴുതുന്ന XSLT ഫയലും ഇതിനകത്ത് പേസ്റ്റ് ചെയ്ത് റെൻഡർ ചെയ്താൽ മതി. സോ ഐ എം ജസ്റ്റ് യൂസിങ് ദാറ്റ് ഫോർ ദാറ്റ്. കോഡ് ഞാൻ ഇവിടെ തന്നെ എഴുതുന്നത്. സോ ദിസ് ഇസ് വാട്ട് ഞാനിപ്പോൾ എഴുതിയേക്കുന്ന XSL ഫയൽ ഇതാണ്. ഇതൊന്ന് റെൻഡർ ചെയ്താൽ ബ്രൗസർ റെൻഡർ ചെയ്യുമ്പോൾ എന്ത് ഔട്ട്പുട്ടാണ് കിട്ടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഹിയർ ദിസ് ഇസ് വാട്ട് വി ഹാവ്. We have created the XSL file, HTML, body ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു, എല്ലാം ക്ലോസ് ചെയ്ത് പ്രോപ്പറായിട്ട് HTML ഫോമാറ്റും പ്രോപ്പറായതിനു ശേഷം ഇവിടോട്ട് പേസ്റ്റ് ചെയ്യുന്നു. ഞാൻ ഇതിനെ ട്രാൻസ്ഫോം ചെയ്യുകയാണ്. സോ ഇറ്റ് ഇസ് ട്രൈങ് ടു ട്രാൻസ്ഫോം. ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ HTML പേജിൽ ഇങ്ങനെയായിരിക്കും കാണുന്നത്. ദിസ് ഇസ് വാട്ട് വി വിൽ സീ അല്ലേ, സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ്. അതിനുള്ള കോഡാണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. ലൈക്ക് ഫസ്റ്റ് XSL ഫയൽ ടൈറ്റിൽ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നു. സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസിനെ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് ഹെഡിങ് ആയിട്ട് സ്റ്റൈൽ ചെയ്തു. സോ ദിസ് ഇസ് വാട്ട്. പക്ഷേ ഇതുവരെയായിട്ട് ഞാൻ XML ഡോക്യുമെൻറ്റിൽ നിന്ന് ആ വാല്യൂസ് ഡേറ്റാസിനെ റിട്രീവ് ചെയ്തില്ല, ജസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ XML ഡോക്യുമെൻറ്റിനകത്തുള്ള ഈ വാല്യൂസിനെ എല്ലാം ഒരു ടേബിളിനകത്തോട്ട് കൊണ്ടുവരാൻ പോവുകയാണ്. ടേബിളിനകത്തോട്ട് വാല്യൂസ് കൊണ്ടുവരണം. സോ വാട്ട് ഐ ഷുഡ് ഡു ഇസ് ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ ടേബിൾ ഇൻ ദി XML ഡോക്യുമെൻറ്റ്. ടേബിളിനകത്ത് ഫസ്റ്റ് തിങ് ഐ എം ഗോയിങ് ടു ഡു ഇസ് ആ ടേബിളിന് ഒരു ഹെഡിങ് കൊടുക്കണം. ഹെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം ഗോയിങ് ടു യൂസ് TR നമ്മൾ സാധാരണ ടേബിളിനകത്തുള്ള വാല്യൂസ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഹെഡിങ്സ് എന്ന് പറഞ്ഞാൽ TH വെച്ചാണ് നമ്മൾ എഴുതുന്നത്. THനകത്ത് ഫസ്റ്റ് നമ്മുടെ ടാഗ് എന്ന് പറഞ്ഞാൽ നെയിമാണ്. ടേബിളിൻ്റെ കോളം ക്രിയേറ്റ് ചെയ്യുകയാണ്. അടുത്ത TH എന്ന് പറഞ്ഞാൽ റോൾ നമ്പർ. another TH is I think it's roll number, age, and then we have class. ഇത് തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതിയേക്കുന്നത്. You can see student name, roll number, age, and then you have something called class. So T heading ആയിട്ട് അടുത്തത് ക്ലാസ് കൊടുത്തു. സോ ദിസ് ഇസ് വാട്ട് വി ഹാവ് ക്രിയേറ്റഡ്. ഇനി എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ ഒന്ന് റെൻഡർ ചെയ്ത് നോക്കാം നമുക്ക് എന്താ ഔട്ട്പുട്ട് വരുന്നതെന്ന്. ബിക്കോസ് എനിക്ക് ചെക്ക് ചെയ്യാണ് പ്രോപ്പർലി വർക്ക് ചെയ്യുന്നതോ ചെക്ക് ചെയ്യാൻ വേണ്ടി എല്ലാം റെൻഡർ ചെയ്ത് നോക്കുന്നത്. So we are trying to render it and you have the result like name, roll number, age, class. ഇങ്ങനെയാണ് നമ്മുടെ ടേബിൾ ഇരിക്കുന്നത്. ടേബിളിനകത്ത് ക്രിയേറ്റ് ചെയ്തു. സോ ഇവിടെ നമുക്കൊരു ബോർഡർ വേണമെങ്കിൽ, ടേബിളിന് ബോർഡർ വേണമെങ്കിൽ യു ക്യാൻ യൂസ് ദി ബോർഡർ attribute. You have the border attribute like border equal to right. So this is what we have for border. So അതിനെയും വേണമെങ്കിൽ റെൻഡർ ചെയ്താൽ യു ക്യാൻ ഗിവ് ദ ബോർഡർ അവിടെ നിന്നോട്ടെ. ഇനി അടുത്ത റോ തൊട്ട് നെക്സ്റ്റ് റോ തൊട്ട് നമുക്ക് ഇതിനകത്ത് ടേബിളിനകത്തുള്ള വാല്യൂസ് റിട്രീവ് ചെയ്യേണ്ടത് ഫ്രം മൈ XML ഷീറ്റിനകത്താണ് ഈ നെയിമും റോൾ നമ്പർ എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. സോ XML ഷീറ്റിനകത്ത് ഞാൻ ആ വാല്യൂ എടുക്കണമെങ്കിൽ ദ കമാൻഡ് ദാറ്റ് ഐ ഷുഡ് യൂസ് ഹിയർ ഇസ് XSL എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ നെയിം സ്പേസ് ദാറ്റ് ഇസ് പ്രൊവൈഡഡ്. ദെൻ വി ഹാവ് എ കമാൻഡ് കോൾ ഫോർ ഈച്ച് സെലക്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് ടാഗിലാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഈ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടാഗാണ്. സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ടാഗ് ഏതിൻ്റെ ചൈൽഡാണ്? സ്റ്റുഡൻസ് എന്ന് പറയുന്ന ടാഗിൻ്റെ ചൈൽഡ് ആയതുകൊണ്ട് യു ഹാവ് ടു ഗിവ് സ്റ്റുഡൻറ്റ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലോസിങ്ങും എഴുതാൻ മറക്കരുത്. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ഈച്ച് സെലക്ട് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ടാഗിനെ സെലക്ട് ചെയ്യും. ദാറ്റ് ഇസ് ദിസ് ടാഗ് വിൽ ബി
സെലക്ട്. ഇനി എനിക്ക് എന്താ വേണ്ടത്? ആ സ്റ്റുഡൻറ്റിനകത്തുള്ള വാല്യൂസിനെയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എൻ്റെ ടേബിളിനകത്ത്. അപ്പോൾ ആദ്യത്തെ റോയിനകത്ത് വരേണ്ടത് എന്താണ്? ഈ സ്റ്റുഡൻറ്റ് ടാഗിനകത്തുള്ള വാല്യൂ. ആ വാല്യൂവിനെ എടുക്കണമെങ്കിൽ XSL വാല്യൂ -of സെലക്ട്. ഈ സ്റ്റുഡൻറ്റിനകത്ത് എന്ത് വാല്യൂവിൻ്റെ ഏത് ടാഗിൻ്റെ വാല്യൂ ആണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് സ്റ്റുഡൻറ്റ് നെയിമിൻ്റെ വാല്യൂ ആണ് സെലക്ട് ചെയ്യേണ്ടത്. സോ വാട്ട് ഐ വിൽ ഡൂ ഇസ് നമ്മളവിടെ കൊടുത്തേക്കുന്ന ടാഗ് നെയിം തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം, സ്റ്റുഡ് നെയിം. റൈറ്റ്. ഇനി ഇതിനെ എൻഡ് ചെയ്യണം. നമ്മൾ ഈ ടാഗ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഈ ടാഗിനെ എൻഡ് ചെയ്തിരിക്കണം, ലൈക്ക് XSL വാല്യൂ ഓഫ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ വി ആർ ഗോയിങ് ടു സെലക്ട് ദി നെക്സ്റ്റ് ടാഗ്. അടുത്ത ടാഗും അടുത്ത റോയിൽ റീഡ് ചെയ്തെടുക്കണമെങ്കിൽ യു ക്യാൻ ഗോ ഫോർ സെലക്ട് ഈസ് ഈക്വൽ ടു അവിടെ കൊടുത്തേക്കുന്ന നെയിം തന്നെ, ആ ടാഗിന് കൊടുത്തേക്കുന്ന നെയിം നമ്പർ എന്ന് പറഞ്ഞാൽ റോൾ. ഇവിടെ ചെയ്യുന്ന പറഞ്ഞാൽ സെലക്ട് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ടാഗ്, ഈ പേരൻ്റ് ടാഗ്. സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ എവിടെ ടാഗ് ഉണ്ടെങ്കിൽ അതിനകത്തുള്ള വാല്യൂസിനെ റിട്രീവ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം ഫസ്റ്റ് സ്റ്റുഡൻറ്റ് എവിടെയാണോ കിട്ടുന്നത് അവിടെ വരും, അതിൻ്റെ വാല്യൂസ് എടുക്കും. അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റുഡൻറ്റ്, അങ്ങനെ ഫോർ ഈച്ച് സ്റ്റുഡൻറ്റ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഫോർ ഈച്ച് യൂസ് ചെയ്തേക്കുന്നത്, ഫോർ റോൾ നമ്പർ. അത് കഴിഞ്ഞ് ദെൻ വി ഹാവ് ക്രിയേറ്റിംഗ് TR XSL value -of സെലക്ട് ഈക്വൽ ടു. അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏജ് ആയിരുന്നു, ഏജ് റീഡ് ചെയ്യുന്നു. ദെൻ വൺ മോർ ക്ലാസ്. ടേബിളിൻ്റെ തന്നെ അടുത്ത XSL value -of select equal to, I think it's class. സോ എല്ലാ ടാഗും നമ്മൾ ഇതിലോട്ട് റിട്രീവ് ചെയ്തു. ഇവിടെ നടക്കുന്നത് പറഞ്ഞാൽ ആദ്യം ഫോർ ഈച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ ഈച്ച് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റുഡൻറ്റ് ടാഗ് എടുക്കും, ആ സ്റ്റുഡൻറ്റിനകത്തുള്ള ഈ വാല്യൂസിനെ എല്ലാം ടേബിളിനകത്തോട്ട് കൊണ്ടുവരും. അത് കഴിഞ്ഞ് വീണ്ടും ഈ സ്റ്റുഡൻറ്റ് ടാഗ് എടുക്കും. അങ്ങനെ ഈ ലൂപ്പ് കംപ്ലീറ്റ് ആവുന്ന എപ്പോഴാണ്? ഈ സ്റ്റുഡൻറ്റ് ടാഗ് കംപ്ലീറ്റ് ആകുന്നവരെ ഈ ലൂപ്പ് വർക്ക് ചെയ്യുന്ന പോലെ ഇറ്റ് വിൽ വർക്ക്. So this is like an iterative statement that you study in normal programming language. So ഈ ഫയൽ നമുക്കൊന്ന് റെൻഡർ ചെയ്ത് നോക്കാം. So what you have is you are going to put it here and I'm going to run the transformation. Okay, just a minute. ഞാനിവിടെ TR ക്ലോസ് ചെയ്തില്ല, സോ ദാറ്റ്സ് എ റീസൺ. ഈ TRനകത്തായിരുന്നു നമ്മൾ എഴുതേണ്ടത്. പിന്നെ അടുത്ത റോ അല്ലേ, നോക്കട്ടെ. ലെറ്റ്സ് ഡു ദിസ് അഗെയിൻ. ഐ എം ട്രൈങ് ടു റെൻഡർ ദിസ് അഗെയിൻ. Oh, there is another issue here. Like ഇവിടെ നമ്മൾ ഈ XSL ക്രിയേറ്റ് ചെയ്യുക മാത്രമല്ല, ഈ XSLനെ നമ്മൾ XML നിന്ന് വാല്യൂ റീഡ് ചെയ്യണമെങ്കിൽ ഈ XSLനെ നമ്മൾ XMLനെ നമുക്ക് we have to link that XSL file into this XML document. സോ ഇവിടെ XSL ക്രിയേറ്റ് ചെയ്തു, പക്ഷേ ഈ XML നിന്നാണ് XSL എടുക്കേണ്ടതെന്ന് ഇവിടെ ലിങ്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എടുത്തുള്ളൂ. ഹൗ വിൽ വി ലിങ്ക് ഇറ്റ്? ലിങ്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ദാറ്റ് ഈസ് യു വിൽ റൈറ്റ് it's like XML ഒരു ഹൈഫൺ ഇടുക. then you have style sheet, then you have to give type. നമ്മൾ CSS എഴുതുമ്പോൾ സാധാരണ text/CS എന്ന് എഴുതുപോലെ text/ ഇവിടെ XSL ആണ്. then you have to give the link to that address. so link എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്ന class XSL എന്ന് പറഞ്ഞാണ്, class XSL.XSL. സോ ഇത്രയും ലിങ്ക് ചെയ്താൽ മാത്രമേ ആ XSL ഫയലിന് ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ദിസ് ഇസ് ഹൗ വി ആർ ക്രിയേറ്റിംഗ് ദി XML. ലിങ്കിങ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. XML പേജിൻ്റെ മുകളിലായിട്ട് സ്റ്റൈൽ ഷീറ്റ്, ടൈപ്പ്, XSL. സോ ഇനി നമുക്ക് മറ്റേ ഫയൽ ഒന്നുകൂടെ ഒന്ന് റെൻഡർ ചെയ്ത് നോക്കാം. ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ് ദെയർ. ഫോർ ദാറ്റ് എനിക്ക് ഈ XML ഫയൽ നമ്മൾ പേസ്റ്റ് ചെയ്യണം.
So let me try to open another file here. So ഇവിടെ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ടേബിളിൻ്റെ സോറി, ഇവിടെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ സാധാരണ വാല്യൂസ് ടേബിളിനകത്ത് ഇടുമ്പോൾ TD ആണ് യൂസ് ചെയ്യുന്നത്. ഐ എം സോറി, വി ഹാവ് ക്രിയേറ്റഡ് സംതിങ് കോൾഡ് റോസ്. ഓരോ റോ വൈസ് ആണ് എടുത്തിട്ടേക്കുന്നത്. വി ഹാവ് ടു പുട്ട് ഇറ്റ് ആസ് ടേബിളിൻ്റെ അകത്തെ കണ്ടന്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വാട്ട് വി ആർ ഡൂയിങ് ഹിയർ. ആൻഡ് ദിസ് ഷുഡ് ബി ഔട്ട്സൈഡ്. TRൻ്റെ വെളിയിലാണ് വരുന്നത്. So now we have created a table here. ഇതിനെ ഒന്ന് റെൻഡർ ചെയ്യാം. You can see there. ഇപ്പോൾ നമ്മളുടെ ടേബിളിൻ്റെ അകത്ത് നമ്മളുടെ XML-നകത്തിരുന്ന വാല്യൂസ് റിട്രീവ് ചെയ്ത് ടേബിളിനകത്തോട്ട് കൊണ്ടുപോകുന്നു. സോ ദിസ് ഇസ് ഹൗ വി ക്യാൻ റിട്രീവ് ഡേറ്റാസ് ഫ്രം യുവർ XML ഡോക്യുമെൻറ്റ്. സോ ഒരു വാല്യൂസ് ആദ്യം നമ്മൾ സെലക്ട് ചെയ്യണം. ദെൻ യു ഹാവ് ടു സെലക്ട് എ വാല്യൂ. ഇനി കുറച്ച് ചെറിയ കാര്യങ്ങളും കൂടെ ഉണ്ട്. വി ക്യാൻ സീ ദാറ്റ് ഇൻ ദിസ് പ്രസൻറ്റേഷൻ. സോ ഇത് നമ്മൾ ടെംപ്ലേറ്റിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. ടെംപ്ലേറ്റ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ റൂട്ട് തൊട്ട് റെൻഡർ ചെയ്യണോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ലൊക്കേഷൻ, ഇപ്പം സ്റ്റുഡ് നെയിം കൊടുത്താൽ സ്റ്റുഡ് നെയിം തൊട്ടായിരിക്കും ഇതിൻ്റെ റെൻഡറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് യു ഹാവ് HTML ഡോക്യുമെൻറ്റ്സ് റിട്രീവ് ചെയ്യുന്നതിൻ്റെ മെത്തേഡാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ആൻഡ് നൗ വി വിൽ സീ ഹൗ സം അതർ സ്റ്റേറ്റ്മെൻറ്റ്സ് ക്യാൻ ബി യൂസ്ഡ് ഹിയർ. സോ ഇനി എനിക്ക് ഒരു ടാഗിൻ്റെ, അതിപ്പോൾ ഞാൻ ഫോർ ഈച്ച് സെലക്റ്റിനകത്ത് ഞാൻ സ്റ്റുഡ് മാത്രം കൊടുത്താൽ എല്ലാ സ്റ്റുഡും എടുക്കും. പക്ഷേ എനിക്കത് വേണ്ട. ഒരു സ്റ്റുഡിനെ എടുത്താൽ മതി. ആ സ്റ്റുഡിനകത്തുള്ള വാല്യൂ നെയിം ഈക്വൽ ടു ഗോപു എന്നുള്ള സ്റ്റുഡൻറ്റ് മാത്രം എടുക്കാനാണെങ്കിൽ യു ഹാവ് ടു ഗിവ് ഇറ്റ് ലൈക്ക് ദിസ്. അതായത് നമ്മുടെ XML ടാഗിനകത്ത് സ്റ്റുഡൻറ്റിനകത്ത് ബ്രാക്കറ്റിൽ റോൾ നമ്പർ എടുക്കാം. റോൾ നമ്പർ ഈക്വൽ ടു റോൾ നമ്പർ കൊടുക്കാം. ലൈക്ക് 5 എന്നുള്ള റോൾ നമ്പർ മാത്രം മതിയെങ്കിൽ 5 എന്ന് പറയുന്ന മാത്രം വാല്യൂ, ആ വാല്യൂ ഉള്ളത് മാത്രം എനിക്ക് റെൻഡർ ചെയ്താൽ മതിയെങ്കിൽ കോപ്പിങ് ദിസ് ബിക്കോസ് ഇതിനകത്ത് വാല്യൂ മാറ്റിയതുകൊണ്ടാണ്. ഞാൻ നോർമൽ കേസിൽ നമ്മളിങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്റ്റ്ലി ഇവിടെ എൻ്റെ റെൻഡറിങ് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ്, ഞാൻ ഓൺലൈൻ റെൻഡറിങ് ആയതുകൊണ്ടാണ് XML ഓരോ തവണയും കോപ്പി ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സിസ്റ്റത്തിലാണ് XSL ഫയൽ റൺ ചെയ്ത് ജസ്റ്റ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്താൽ മതി. shows an error here. Yes, and you can see there. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ 35 എന്നുള്ള റോൾ നമ്പറിനെ മാത്രമായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ് യു ആർ യൂസിങ് ദിസ്. ഒരു പർട്ടിക്കുലർ വാല്യൂനെ മാത്രം എനിക്ക് എടുത്താൽ മതി. ഫോർ ഈച്ച് ഇതിനകത്ത് ഇനിയും റോൾ നമ്പർ 5 ഉണ്ടായിരുന്നെങ്കിൽ അതിനെയും റിട്രീവ് ചെയ്തേനെ. ദാറ്റ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ് ഹിയർ. ഇനി അടുത്തൊരെന്ന് പറഞ്ഞാൽ വി ക്യാൻ സോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ സ്റ്റുഡൻറ്റിനകത്ത് ഏജ് വെച്ച് സോർട്ട് ചെയ്യണമെങ്കിൽ യു ക്യാൻ യൂസ് എ കമാൻഡ് കോൾ സോർട്ട് സെലക്ട് ഏജ് വാല്യൂസ് സോർട്ട് ചെയ്തായിരിക്കും നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നത്. അതേപോലെ വി ഹാവ് കണ്ടീഷണൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ചെക്കിങ് എക്സ്പ്രഷൻസ് എന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പോൾ ഓൾവേസ് യു ഹാവ് ടു റൈറ്റ് എ കീവേഡ് കോൾ ടെസ്റ്റ്. അതായത് ഇഫ് ഇതിനകത്ത് സെലക്ട് ഈ ഏജ് 35-നെക്കാട്ടി ഗ്രേറ്റർ ആയിട്ടുള്ള ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്താൽ മതിയെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദിസ് വൺ, റൈറ്റ്. ഇഫ് ഈ സെലക്ട് ചെയ്താൽ മതിയെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദിസ് വൺ. സോ ഇങ്ങനെ കമാൻഡ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് ദർ ഇസ് അനദർ കീവേഡ് കോൾ ചൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെലക്ട് നമ്മൾ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ സി ലാംഗ്വേജിലൊക്കെ യൂസ് ചെയ്യുന്ന ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് പോലെ ചൂസ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ അതിനകത്ത് എഴുതുന്ന വാല്യൂ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ അതർവൈസ് അതായത് ചൂസ് കഴിഞ്ഞ് യു ഹാവ് എ കീവേഡ് കോൾ വെൻ. XSL ചൂസ് വെൻ
ടെസ്റ്റ് നമ്മൾ ടെസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. ഒരു ടെസ്റ്റേ ഉള്ളൂ, ഇവിടെ 2 ടെസ്റ്റ് ഇട്ടേക്കുന്നത്. ഐ എം സോറി, ഇറ്റ്സ് റോങ്. വെൻ ടെസ്റ്റ് ഈക്വൽ ടു ഏജ് ഗ്രേറ്റർ ദാൻ സിമ്പിൾ. നമ്മൾ അന്ന് XML പഠിച്ചോ പറഞ്ഞായിരുന്നു, ചില സിമ്പിൾസ് ദാറ്റ് ഇസ് കോൾഡ് എൻറ്റിറ്റീസ് വരുമ്പോൾ ആംപർസൻഡ് സിമ്പിൾ വെച്ച് തന്നെ റെപ്രസെൻറ്റ് ചെയ്താലേ വരത്തുള്ളൂ. കാരണം ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാഗുകൾക്ക് യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ആംപർസൻഡ് ഗ്രേറ്റർ നമ്മൾ ഫസ്റ്റ് ലെക്ചറിൽ കണ്ടായിരുന്നു. സോ എൻറ്റിറ്റി യൂസ് ചെയ്യുക ആ കണ്ടീഷൻ. അതല്ലെങ്കിൽ ഈ കണ്ടീഷൻ ഫെയിൽ ആവുകയാണെങ്കിൽ you can do something else. ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതണമെങ്കിൽ you can go for choose. So these are the basic statements that we can use in XSLT. So XSLT മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മുടെ XML ഫയലിലെ ഡേറ്റ റിട്രീവ് ചെയ്ത് വേറൊരു ഫോർമാറ്റിലോട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് XSLT. So you can try many ഇപ്പോൾ വേറെ XML ഡോക്യുമെൻറ്റ്സ് വെച്ച് നിങ്ങൾക്ക് ഈ പറഞ്ഞ ബാക്കി കമാൻഡ്സ് ലൈക്ക് ഫോർ ഈച്ച്, ചൂസ്, ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, കണ്ടീഷൻ ചെക്കിങ് എല്ലാം ചെയ്യാം. ഇത് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വെബ്സൈറ്റിലെ XML ഫോർമാറ്റിലുള്ള ഔട്ട്പുട്ടാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ടുഡേ. സോ താങ്ക് യു.